ഇപ്പൊ ഞങ്ങൾ പറഞ്ഞു, ജോലിക്ക് വെക്കുന്ന ആളുകൾ ഇത് ശ്രദ്ധിച്ച് മനസ്സിലായിക്കോളും. കുറച്ച് മുതലാളിമാരോടായി പറയാനുള്ളത്, അവർക്ക് ജോലിക്കാരുണ്ടാവും, ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും. അവർക്ക് മാന്യമായ ശമ്പളം കൊടുക്കാതെ, അവരുടെ ഹക്ക് കൊടുക്കാതെ 1000-ഉം 10,000-ഉം ലക്ഷക്കണക്കിന് ജോലിക്കാര് ജോലി ചെയ്യുന്ന എത്രയോ മുതലാളിമാർ അല്ലാഹുവിന്റെ ദുനിയാവിലുണ്ട്. മലയാളക്കരയിലുണ്ട്, ഇന്ത്യയിലുണ്ട്, വിദേശ രാജ്യങ്ങളിലുണ്ട്. ഞാൻ പറയുന്നത്, ഏറ്റവും വലിയ കടപ്പാട് അവനവന്റെ ജോലി ചെയ്യുന്ന ജോലിക്കാർക്ക് കൃത്യമായ ശമ്പളം, തുച്ഛമായ ശമ്പളം കൊടുത്തിട്ട് നാട്ടുകാർക്ക് കോടികൾ സംഭാവന കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങളുടെ ജോലിക്കാർ അവര് നിങ്ങൾക്ക് എല്ലുമുറിയെ ഉറക്കമൊഴിച്ച് അവരുടെ അധ്വാനവും സമയവും നിങ്ങൾക്ക് ചെലവഴിച്ചത് കൊണ്ടല്ലേ നിങ്ങൾക്ക് കോടികൾ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നത്. ഏതെങ്കിലും ഒരു വിശേഷപ്പെട്ട ദിവസം വരുമ്പോ നാട്ടുകാർക്കോ ഏതെങ്കിലും സംവിധാനങ്ങൾക്കോ നിങ്ങൾ കോടികൾ ഓഫർ ചെയ്യുമ്പോ, ആ ഓഫർ ചെയ്യുന്നതിന്റെ മുമ്പ് നിങ്ങളുടെ ജോലിക്കാർക്ക് നിങ്ങൾ മാന്യമായ ശമ്പളമാണോ കൊടുക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. ആ പാവങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ സമ്മാനത്തുക, എന്തെങ്കിലും ഒരു ഹദിയ അവർക്ക് കൊടുത്തിട്ടാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് കാര്യമുള്ളൂ. അവരുടെ കാര്യം ശ്രദ്ധിക്കാതെ അവർക്ക് മാന്യമായ ശമ്പളം കൊടുക്കും.